ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. മറ്റുള്ളവരിൽ ആരും കുറ്റം കണ്ടെത്തരുത്, മറ്റുള്ളവരുടെ വീഴ്ചകളും കമ്മീഷനുകളും ആരും കാണരുത്. എന്നാൽ സ്വന്തം പ്രവൃത്തികളും ചെയ്തതും പൂർവാവസ്ഥയിലാക്കുന്നതും കാണട്ടെ. ബുദ്ധൻ. മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കണ്ടെത്താതിരിക്കുക, മറ്റുള്ളവരുടെ പിഴവുകളും നന്മകളും പരിശോധിക്കാതിരിക്കുക. എന്നാൽ നിങ്ങളുടെ സ്വന്തം പ്രവൃത്തികൾ, ചെയ്തും ചെയ്യാത്തതും നിങ്ങൾ കാണും. പ്രചോദന ഘടകങ്ങൾ. സ്വയം മെച്ചപ്പെടുത്തലിലേക്ക് ശ്രദ്ധിക്കുക. മറ്റുള്ളവരെ നിരീക്ഷിക്കുന്നതിനു പകരം സ്വന്തം പോരായ്മകൾ തിരിച്ചറിഞ്ഞും അവ പരിഹരിക്കുന്നതിലും ശ്രദ്ധിക്കുക. ഇതാണ് വ്യക്തിഗത വളർച്ചയുടെയും പുരോഗതിയുടെയും നിജസ്ഥാനം. വിമർശനം നിർവീകമാക്കുക. മറ്റുള്ളവരെ വിമർശിക്കുന്നത് നെഗറ്റിവിറ്റി ഉണ്ടാക്കുകയും വ്യക്തിപരമായ വളർച്ച തടസ്സപ്പെടുത്തുകയും ചെയ്യും. മറിച്ച് സ്വയം വിമർശനാത്മകമായി വിലയിരുത്തുകയും അതിൽ നിന്ന് പഠിക്കുകയും ചെയ്യുന്നത് മികവിനുള്ള യാത്രയിലേക്ക് നയിക്കുന്നു. ദയയും ക്ഷമയും വളർത്തുക. മറ്റുള്ളവരുടെ പിഴവുകൾ തിരിച്ചറിയുമ്പോൾ അവരെ വിധിക്കാതെ ദയയും ക്ഷമയും കാണിക്കുക. ഇത് നമ്മുടെ മനസ്സിന് സമാധാനവും മറ്റുള്ളവരുമായുള്ള ബന്ധം ദൃഢീകരിക്കുകയും ചെയ്യും. ആന്തരിക സമാധാനം കണ്ടെത്തുക. മറ്റുള്ളവരെ അപഗ്രഹിക്കുന്നതിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ ആന്തരിക സമാധാനവും സന്തോഷവും കണ്ടെത്താൻ കഴിയും. നിങ്ങളുടെ സ്വന്തം വളർച്ചയിൽ ശ്രദ്ധിക്കുന്നത് ഒരു സന്തോഷകരമായ ജീവിതത്തിലേക്കുള്ള വഴിയാണ്. കൂട്ടായ്മയുടെ പ്രാധാന്യം. മറ്റുള്ളവരെ നിരീക്ഷിക്കാതിരിക്കുക എന്നത് ഒറ്റപ്പെടലിനോ നിസ്സംഗതയ്ക്കോ ആഹ്വാനമല്ല, മറിച്ച് മറ്റുള്ളവരുമായി സഹകരിച്ചും അവരെ പിന്തുണച്ചും പോസിറ്റീവായ രീതിയിൽ ഇടപഴകുന്നതിലൂടെയാണ് പരസ്പര വളർച്ച സാധ്യമാകുന്നത്. പരസ്പരം പഠിക്കൽ. മറ്റുള്ളവരെ നിരീക്ഷിക്കാതിരിക്കുക എന്നത് അവരുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കുന്നതിനെ തടയുന്നില്ല. അവരുടെ നല്ല ശീലങ്ങളും നേട്ടങ്ങളും നിരീക്ഷിക്കുന്നത് സ്വന്തം വളർച്ചയ്ക്ക് പ്രചോദനമാകും. സാഹചര്യങ്ങളുടെ പരിഗണന. മറ്റുള്ളവരുടെ പിഴവുകൾ വിലയിരുത്തുമ്പോൾ അവയുടെ കാരണങ്ങളും സാഹചര്യങ്ങളും കണക്കിലെടുക്കണം. സഹാനുഭൂതിയോടെയുള്ള സമീപനം നമ്മെ മികച്ച മനുഷ്യരാക്കുന്നു. ഈ വരികൾ നമുക്ക് നൽകുന്ന പ്രചോദനം നമ്മുടെ മനസ്സിന്റെയും ജീവിതത്തിന്റെയും നിയന്ത്രണം ഏറ്റെടുക്കാനും സ്വന്തം മെച്ചപ്പെടുത്തലിൽ ശ്രദ്ധിക്കാനും മറ്റുള്ളവരുമായുള്ള ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനും പ്രോത്സാഹനം നൽകുന്നു. കഥ. പാലക്കാട് മലനിരകളുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ അച്ചു എന്ന യുവാവ് താമസിച്ചിരുന്നു. കടയിൽ പണിയെടുക്കുന്ന അച്ചുവിന് ദേഷ്യം പെട്ടെങ്കിൽ പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമുണ്ടായിരുന്നു. ഗ്രാമത്തിലെ എല്ലാവരോടും കുറ്റം പറയുകയും അവരുടെ പിഴവുകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നതിൽ സന്തോഷം കണ്ടെത്തിയിരുന്നു. ഒരു നാൾ ഗ്രാമത്തിലെ ക്ഷേത്രത്തിലെ ഉത്സവമായിരുന്നു. തിക്കും തിരക്കും നിറഞ്ഞ അന്തരീക്ഷത്തിൽ അച്ചുവിന്റെ സ്വഭാവം മൂർച്ച കൂടി. നൃത്തം ചെയ്യുന്ന കുട്ടിയുടെ വസ്ത്രം തെറ്റായിരിക്കുന്നെന്ന്, പാചകം ചെയ്യുന്ന സ്ത്രീ പാറ്റയിട്ട കറി ഉണ്ടാക്കിയെന്ന്, അങ്ങനെ പലതും അച്ചു വിളിച്ചു പറഞ്ഞു. അച്ചുവിന്റെ വിമർശനങ്ങൾ ആളുകളെ വേദനിപ്പിച്ചു. ഉത്സവത്തിന്റെ സന്തോഷം കെട്ടുപോയി. വൈകുന്നേരം മഴ പെയ്തു തുടങ്ങി. ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ട് തകർന്നു തുടങ്ങി. ആപത്ത് മണിനാദം മുഴങ്ങി. ഗ്രാമത്തിലെ ആളുകൾ പരിഭ്രാന്തരായി. എവിടെയും പ്രകാശമില്ല. ആരും എന്തു ചെയ്യണമെന്ന് അറിഞ്ഞില്ല. പെട്ടെന്ന് ഇരുട്ടിൽ നിന്ന് ഒരു ദീപം കത്തിക്കുന്നത് അച്ചു കണ്ടു. അത് ഗ്രാമത്തിലെ മൂത്ത ആശാരിയായ വേലായുധൻ ആയിരുന്നു. ഗ്രാമത്തിലെ മണിയടിച്ചും ജനങ്ങളെ സുരക്ഷിത സ്ഥലത്തേക്ക് നയിച്ചും വേലായുധൻ പ്രവർത്തിച്ചു. കുറച്ചു സമയത്തിനു ശേഷം മഴ നിന്നു. മതിൽ ചെറിയ രീതിയിൽ തകർന്നുപോയിരുന്നുവെങ്കിലും വലിയ ദുരന്തം ഒഴിവായി. പിറ്റേന്ന് ഗ്രാമം വേലായുധനോട് നന്ദി പ്രകടിപ്പിച്ചു. അപ്പോഴാണ് അച്ചു മനസ്സിലാക്കിയത്, മറ്റുള്ളവരുടെ കുറവുകൾ കണ്ടെത്തുന്നതിനു പകരം പ്രശ്നങ്ങൾ പരിഹരിക്കാനും സഹായിക്കാനുമാണ് യഥാർത്ഥ ധീരതയും ശക്തിയും എന്ന കാര്യം. കഥാപാത്ര സമാനതകൾ. അച്ചുവിന്റെ കഥ വായനക്കാരെ അവരുടെ സ്വന്തം ജീവിതാനുഭവങ്ങളുമായി കൂട്ടിച്ചേർക്കുന്നു. നമ്മൾ എപ്പോഴെങ്കിലും മറ്റുള്ളവരെ വിമർശിക്കുകയോ അവരുടെ പിഴവുകൾ കണ്ടെത്തുകയോ ചെയ്തിട്ടുണ്ടാകാം. അച്ചുവിന്റെ കഥയിലൂടെ നമ്മൾ സ്വയം വിലയിരുത്താനും മാറ്റത്തിന് പ്രചോദിതരാകാനും അവസരം നൽകുന്നു. സാമൂഹിക പ്രസക്തി. കഥയിലെ സന്ദേശം ഇന്ത്യൻ സമൂഹത്തിലെ പല പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വ്യക്തികൾക്കിടയിലെ വിമർശനം, വിഭജനം, സഹകരണത്തിന്റെ അഭാവം എന്നിവ പലപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഈ കഥ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സഹായിക്കുന്ന മൂല്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. ആത്മീയതയുമായ ബന്ധം. കഥയുടെ സന്ദേശം ധമ്മപദത്തിന്റെ വരികളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗ്രാമത്തിലെ മറ്റുള്ളവരുടെ പിഴവുകൾ കണ്ടെത്തുന്നതിനു പകരം സ്വന്തം പ്രവൃത്തികളിൽ ശ്രദ്ധിക്കുകയും മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യുന്നത് ആത്മീയ വളർച്ചയ്ക്കും സമാധാനത്തിനും വഴിയൊരുക്കുന്നു എന്ന സന്ദേശം നൽകുന്നു. അഡീഷണൽ മോട്ടിവേഷണൽ പോയിന്റ്സ്. മറ്റുള്ളവരെ വിമർശിക്കുന്നത് സമയത്തിന്റെയും ഊർജത്തിന്റെയും നഷ്ടമാണ്. സ്വന്തം മെച്ചപ്പെടുത്തലിൽ ശ്രദ്ധിക്കുന്നത് കൂടുതൽ ഫലപ്രദമാണ്.
മറ്റുള്ളവരെ സഹായിക്കുന്നത് സന്തോഷവും സംതൃപ്തിയും നൽകുന്നു. ഇത് നമ്മുടെ സമൂഹത്തെ മികച്ച സ്ഥലമാക്കാൻ സഹായിക്കുന്നു. ക്ഷമയും ദയയും പരിശീലിക്കുന്നത് നമ്മുടെ ബന്ധങ്ങളെ മെച്ചപ്പെടുത്തുകയും സമാധാനം കണ്ടെത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. ഈ കഥയും വിശദീകരണവും വായനക്കാരെ സ്വന്തം ജീവിതത്തിലെ മാറ്റത്തിന് പ്രചോദിപ്പിക്കാൻ ലക്ഷ്യമിടുന്നു. മറ്റുള്ളവരെ വിമർശിക്കുന്നതിനുപകരം സ്വയം മെച്ചപ്പെടുത്താനും മറ്റുള്ളവരെ സഹായിക്കാനും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ജയ് ഹിന്ദ്. നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ജയ് ഹിന്ദ്.